നമസ്കാരം. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ രാജ്യത്താദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. 2017 ഇത്. 1,65,00,000 രൂപ ചെലവഴിച്ച് WCC അംഗങ്ങൾ ഉൾപ്പെടെ 60-ലേറെ സിനിമാ പ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തി വിശദമായ വിഷയങ്ങൾ പഠിച്ചു ഹേമ കമ്മിറ്റി. 2019 ഡിസംബറിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. എന്നാൽ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്ത് എന്നത് നാളിതുവരെ പുറത്തു വന്നിട്ടില്ല. പലകുറി ആവശ്യമുയർന്നു, മൊഴി നൽകിയവരും ഇതേ ആവശ്യം ഉന്നയിച്ചു. എന്നാൽ സ്വകാര്യത എന്നത് ചൂണ്ടിക്കാട്ടി ആവശ്യം നിരാകരിക്കുകയായിരുന്നു സർക്കാർ. നിയമനിർമ്മാണം ഉറപ്പാണ് എന്ന് സർക്കാർ വാക്കു നൽകി. വീണ്ടും നിർദ്ദേശങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ചു. 2024 എന്തെങ്കിലും നിർദ്ദേശം നടപ്പാക്കുകയോ നിയമനിർമ്മാണത്തിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല സർക്കാർ. ഒടുവിൽ വിവരാവകാശ കമ്മീഷണർ ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് ആ നിർദ്ദേശമായി പുറത്തുവരുന്നത്. സ്വകാര്യത മാനിച്ച് എന്നാൽ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടരുത് എന്നുകൂടി വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നു. വിവരങ്ങൾ മറച്ചുവെക്കാൻ സർക്കാരിന് പ്രത്യേക താത്പര്യമുണ്ടായിരുന്നോ? ഇന്നിപ്പോൾ വിവരാവകാശ കമ്മീഷനുടെ ഭാഗത്തുനിന്ന് വരുന്ന ഉത്തരവ് സർക്കാരിന് തിരിച്ചടിയാണോ? വിവരാവകാശ കമ്മീഷനുടെ ഉത്തരവോടെ പൂഴ്ത്തിവെച്ചതിൽ എന്തൊക്കെ പുറത്തുവരും? ഇന്ന് ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം പ്രേക്ഷകർക്ക്. ഇന്നീ വിഷയത്തിൽ അതിഥികളായി പങ്കെടുക്കുന്നവർ ശ്രീമതി രഞ്ജിനി, അഡ്വക്കേറ്റ് TB മിനി, ശ്രീ MA നിഷാദ്, ഒപ്പം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീമതി രഞ്ജിനി. ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ കമ്മീഷന് മുന്നിൽ പറഞ്ഞ ഒരാളാണ് എന്ന് ഞാൻ കരുതുന്നു. ശരിയല്ലേ? ശരിയാണ്. അതെ. അപ്പോൾ ഇത് ഒട്ടേറെ വിഷയങ്ങൾ, ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ, അത് നീതി നിഷേധം, അതുപോലെ തൊഴിൽ സാഹചര്യത്തിലൊക്കെ ഉണ്ടാകുന്ന അനീതി, മറ്റ് ഒരുപാട് കാര്യങ്ങൾ, ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിക്കാൻ രാജ്യത്താദ്യമായി ഇങ്ങനെ ഒരു കമ്മിറ്റി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ അതിനെ വളരെ സ്വാഗതാർഹമെന്ന തരത്തിലേക്ക് അതിനെ നോക്കിക്കണ്ടവരാണ്. അതിന് പിന്നിലൊരു കാര്യമുണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ് ഇത്തരമൊരു ആവശ്യം അത് സർക്കാരിന് മുന്നിലേക്ക് വെക്കുകയും അപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിന് നടപടി ഉണ്ടാകുകയും ചെയ്തപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ അന്ന് അതിനെയൊക്കെ നോക്കിക്കണ്ടത്. 2019 ഡിസംബർ 31 ഈ റിപ്പോർട്ട് കമ്മിറ്റി സമർപ്പിക്കുകയാണ്. പിന്നീട് നമ്മൾ കാത്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ 2024 ജൂലൈ ആകുമ്പോൾ വിവരാവകാശ കമ്മീഷണർക്ക് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടി വരികയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞുകൊണ്ട്. ആദ്യം ഇപ്പോൾ ഈ ഇന്ന് വന്നിരിക്കുന്ന ഉത്തരവിനെ എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? ഇത് നല്ല ഉത്തരവാണ്. പക്ഷേ അതിനകത്ത് ഒരു കോംപ്ലക്സിറ്റി ഉണ്ട്. ബിക്കോസ് നമ്മൾ പാർട്ടിസിപ്പൻസ്, എനിക്ക് എക്കോ കേൾക്കുന്നുണ്ട്. ഇസ് ഇറ്റ് ഓക്കെ? അവിടെ ഇവിടെ ഓക്കെയാണ്. അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് പരിഹരിക്കും. താങ്കൾ തുടർന്നോളൂ. ഇവിടെ പ്രശ്നമില്ല. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ പാർട്ടിസിപ്പൻസിനെ വിളിക്കുമ്പോൾ നമ്മൾ ഒരു കോൺസെന്റ്, നമ്മൾ സ്റ്റേറ്റ്മെന്റ് അവിടെ റെക്കോർഡ് ചെയ്തു മീൻസ് അവർ എഴുതി. ആദ്യം റെക്കോർഡ് ചെയ്യാനാണ് ചോദിച്ചത്. ബിക്കോസ് ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോ ഞാൻ പറഞ്ഞു റെക്കോർഡ് ചെയ്യാൻ പാടില്ല, വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കൊള്ളുന്നു. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ എഴുതാം, പക്ഷെ നമ്മള് അപ്പൊ ഐ ആസ്ക്ഡ് ദം എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്, നമ്മളുടെ പേര് വെച്ചിട്ടാണോ അല്ലെങ്കിൽ അനോണിമിറ്റി ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു അനോണിമിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്റെ മൊഴി അവിടെ രേഖപ്പെടുത്തി. അതിനകത്ത് മുമ്പ് ഐ സൈൻഡ് എ കോൺസെന്റ് ഫോം. അതായത് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം കോൺഫിഡൻഷ്യൽ ലെവലിലാണ് മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മൾ ഇത് സംസാരിക്കുക. അപ്പോൾ ബിക്കോസ് ആസ് എൻ അഡ്വക്കേറ്റ് മൈസെൽഫ്, അപ്പോൾ ഇത് ഞാൻ അവിടെ ആദ്യം ഇത് അവരോട് സംസാരിച്ചിട്ട് ഇരിക്കുമ്പോൾ ഒരു അഷ്യൂരിറ്റി തന്നു. ദാറ്റ്സ് ദ റീസൺ വൈ ഞാൻ ആ കോൺസെന്റ് ഫോം ഞാൻ സൈൻ ചെയ്തു. അതുപോലെ തന്നെ എത്ര പേര് അത് അറ്റ്ലീസ്റ്റ് എനിക്ക് നിയമം ബോധം ഉള്ള കാരണം കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചു അവരോട്. എത്ര പേര് എന്നെ പോലെ ഇല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ സംസാരിച്ചപ്പോ ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഓഫ് കോഴ്സ് ഇറ്റ്സ് ഫോർ സ്റ്റഡി. അവർ അങ്ങനെ തന്നെ പറഞ്ഞു. ബിക്കോസ് ജസ്റ്റിസ് ഹേമ അവർക്ക് അറിയില്ല, ഈ ഇൻഡസ്ട്രി എങ്ങനെയാണ് അവർ അറിയില്ല. അതേപോലെ വത്സര മാം ഓൾസോ, അവർ രണ്ടുപേരും വേറെ മേഖലയിൽ നിന്ന് വന്ന കാരണം കൊണ്ട് ഈ ഇൻഡസ്ട്രി എങ്ങനെയാണ് അവർക്ക് അറിഞ്ഞൂടാ. അപ്പോ നമ്മളുടെ ശാരദ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് അവർക്കും ഇവർക്കും എന്താ പറയാ, ദേ ഡോണ്ട് നോ. ഐ മീൻ ഇവർക്കറിയാം, ശാരദ മാംക്ക് അറിയാം ഇങ്ങനെ ഈ ഇൻഡസ്ട്രി എങ്ങനെയാണെന്ന്.
പക്ഷെ ഇവര് രണ്ടുപേരും പുതിയത് കാരണം കൊണ്ട് ദേ വാണ്ടഡ് ടു നോ ഇലാബറേറ്റ് എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രി ഓപ്പറേറ്റ് ചെയ്യുന്നതിന്. അങ്ങനെ മൊഴിയെടുത്തപ്പോ കോൺസെന്റ് ആണ് ആദ്യമാണ്. ബിക്കോസ് ദിസ് ഇസ് ഞാൻ ചോദിച്ചത് ഇതിന്റെ റെമഡി എന്താണ്, ഈ നമ്മൾ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വാട്ട് ഈസ് ദ ഫുൾഫിൽമെന്റ് ആഫ്റ്റർ ദാറ്റ്. അപ്പൊ അവർ പറഞ്ഞു ഇതിൽ ഒരു റീഡ്രസൽ വരും, ഒരു ഗ്രീവൻസസ് സെൽ വരും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഗ്രീവൻസസ് സെൽ ഇസ് നോട്ട് എഫിഷ്യന്റ്. ദർ ഷുഡ് ബി എ എന്റർടൈൻമെന്റ് ട്രൈബ്യൂണൽ ഫോർ ദിസ്. അതിരുന്നാലേ ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് സിനിമ ഇസ് നോട്ട് ലൈക്ക് അതർ പ്രൊഫഷൻ പോലെ അല്ല, വേ നമുക്ക് HR യൂണിറ്റ് ഉണ്ട്, കുറെ ഗ്രീവൻസസ് അഡ്രസ് ചെയ്യാൻ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഈ സിനിമ വെച്ചാല് ഇറ്റ്സ് എ ബ്രെഡ് ആൻഡ് ബട്ടർ ഫോർ മെനി പീപ്പിൾ. അപ്പോ ഒരു ചെറിയ ഇത് വന്നാ അത് എൻറ്റയർ ഇൻഡസ്ട്രിയിലെ അത് ഗോസിപ്പായി ഒരുപാട് പ്രശ്നങ്ങളായി. പിന്നെ ആ വ്യക്തിക്ക് തന്നെ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്ന ശേഷം ഇങ്ങനെ ആ വ്യക്തിക്ക് തന്നെ ഒരുപാട് ചാൻസ് ഇല്ലാതെ പോവും. അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു അവരുടെ സ്ട്രിക്റ്റ് ആയിട്ട് ദിസ് ഹാസ് ടു ബി ഹെൽഡ് ഇൻ കോൺഫിഡൻസ് ആണ്. ഇത് യാതൊരു ഇറ്റ് ഷുഡൻ ബി ഔട്ട്. പക്ഷെ ഇന്നത്തെ നിയമം ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബിക്കോസ് നമ്മൾ ഒരു കമ്മിറ്റി എടുക്കുമ്പോൾ ഒരു സ്റ്റഡി ചെയ്യുമ്പോൾ അതിന്റെ റിപ്പോർട്ട് പുറത്ത് വരണം. പക്ഷേ യു ഹാവ് ടു ഗെറ്റ് ദ കോൺസെന്റ്. ഹൂഎവർ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തികളുടെ കോൺസെന്റ് ഇല്ലാതെ ഈ റിപ്പോർട്ട് വരാൻ പാടില്ല. അങ്ങനെ മീൻസ് ഇറ്റ്സ് എ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലേ നമ്മളുടെ ഗവൺമെന്റ് ചെയ്യുന്നത്. പിന്നെ വടിക്കോൾ ഹ്യൂമൻ റൈറ്റ്സിന്റെ നമുക്കും ഉണ്ടല്ലോ ഹ്യൂമൻ റൈറ്റ്സ്. നമ്മളുടെ പ്രിവസി എവിടെ അല്ല, അപ്പോൾ താങ്കൾ പറയുന്നത് ശ്രീമതി രഞ്ജിനി, താങ്കൾ പറയുന്നപ്പോൾ ഇതുവരെ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇത് പുറത്തുവിടാൻ കഴിയില്ല, അത് സ്വകാര്യത എന്നുള്ള താങ്കൾ ഈ പറയുന്ന പ്രിവസി എന്നുള്ള പ്രശ്നം ചൂണ്ടിക്കാട്ടി തന്നെയാണ് സർക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ മന്ത്രി ഒക്കെ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് എഴുതി തന്ന ആൾ തന്നെ പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവിടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു താങ്കളും ആ ഒരു പോയിന്റിലേക്കാണ് വരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അപ്പോൾ പോലും ഇപ്പം ഇന്ന് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിലും പറയുന്നത് ഇതിൽ സ്വകാര്യത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാര്യങ്ങൾ മാനിച്ചുകൊണ്ട് മാത്രമേ ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പുറത്തുവിടാവൂ എന്നുള്ളതാണ്. അതായത് പുറത്തുവിടാൻ മറ്റൊട്ടേറെ കാര്യങ്ങൾ ഉണ്ടല്ലോ ശ്രീമതി രഞ്ജിനി. പുറത്തുവിടാൻ എന്താ ഉള്ളത് അതുപോലെ പുറത്തുവിടാൻ. ദ തിങ് ഈസ് വാട്ട് ഈസ് ദ റെമഡി എല്ലാവർക്കും അറിയാം. പുറത്തുവിടാൻ മീൻസ് ഒന്ന് സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടായിരിക്കണം, ഒന്ന് വർക്ക് പ്ലേസിന്റെ എന്താ പറയാ ഫെസിലിറ്റീസ് എമ്യൂണിറ്റീസ് ലാക്ക് ഓഫ് എമ്യൂണിറ്റീസ് ആണ്. പിന്നെ ഇതല്ലേ ബേസിക് കാര്യങ്ങൾ. ബിക്കോസ് നമ്മൾ HR ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ അത് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഇതും. പക്ഷേ സിനിമയിൽ വരുമ്പോ അതില് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പെട്ടെന്ന് എൻറ്റയർ ഇൻഡസ്ട്രി നോസ്. ബിക്കോസ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ റെസ്പെക്ട് ചെയ്യാത്ത ഒരു ഒരു ഇൻഡസ്ട്രിയാണ്. We don't bother about എന്താ പറയാ privacy. We don't care about the privacy. അവിടെയാണ് ഇവിടെ ഇത്ര പേരുടെ പ്രശ്നങ്ങൾ ഉണ്ടായല്ലേ. അപ്പൊ അതിന്റെ റെമഡി പുറത്തു വിട്ട എന്താ പ്രശ്നം? ഓക്കെ, ഇങ്ങനെ സംഭവിച്ചു, ഓക്കെ, അതിന്റെ ഗ്രീവൻസസ് എന്താണ്, അതിന്റെ റെമഡി എന്താണ്, ഇതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഫെസിലിറ്റി വേണം എന്തായാലും, പിന്നെ റെമ്യൂണറേഷൻ കാര്യങ്ങൾ വേണം എന്തായാലും, പിന്നെ വെൽഫെയർ ഓഫ് ഈച്ച് ആൻഡ് എവറി ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ വേണം, പിന്നെ സെക്ഷൽ ഹാരസ്മെന്റ് ഇല്ലാണ്ട് ഹൗ ആർ വി ഗോയിങ് ടു ടാക്കിൾ ദ സെക്ഷൽ സൈഡ്. ഇതല്ലേ ബേസിക്. ഇത് അവർക്ക് വിടാൻ പറ്റില്ല. ഇതിലെ എന്താ വടിക്കോൾ ഒരു വലിയ ഇത് ഉണ്ട്. നമ്മളുടെ റെക്കോർഡ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് അവിടെ വിടാൻ ഒരു എന്താ പറയാ റീസൺ ഇല്ലല്ലോ. നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് വേണ്ടത്. വാട്ട് ആർ ദ ഇത് റെമഡീസ് ആൻഡ് വാട്ട് ആർ ദ ഫാക്ട്സ് പീപ്പിൾ ഹാവ് ഗോൺ ത്രൂ. അത് വെച്ചിട്ട് അവര് ജസ്റ്റ് ഒരു ഇലാബറേറ്റ് ആയിട്ട് എഴുതാൻ പാടില്ലല്ലോ. ജനറൽ ആയിട്ട് എഴുതിക്കോട്ടെ. ഓക്കെ, ഇത്ര പേര് നമ്മൾ വടിക്കോൾ സ്റ്റഡി ചെയ്തു, ഇത്ര പേര് ഇത്രയാണ് പ്രശ്നങ്ങൾ അവര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അത് കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ റെമഡി ചെയ്യണം. And at the end of the day, entertainment tribunal should be constituted. അങ്ങനെ പറഞ്ഞ പോരെ. സോ ഇത് എന്താ മസാല സ്റ്റോറിയാണ് എഴുതി എല്ലാവരും വായിക്കാൻ? ദിസ് ഇസ് നോട്ട് ഫെയർ അല്ലേ? അപ്പോ ഈ ബേസിക് ആണ് നമ്മൾ അവിടെ റിപ്പോർട്ടിൽ യു ഹാവ് ടു കൺക്ലൂഡ്. ഇവൻ നമ്മളിവിടെ മെഡിക്കൽ ഇത് ടാബ്ലറ്റോ എന്തെങ്കിലും നമുക്ക് ഒരു ഇത് നടത്തിയാൽ അതിന്റെ ദ ബേസിക്
സ്റ്റഡി, ദ റിവീൽമെന്റ് ഓഫ് ദ സ്റ്റഡി ഇസ് അതല്ലേ. ഓക്കെ, ഇത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഇത്ര പേർക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. സോ വാട്ട് അല്ല, ഇസ് പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ശ്രീമതി രഞ്ജിനി. പൊതുവായി ഇപ്പോൾ ഈ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിപ്പോൾ ഈ ലൈംഗിക വിഷയം, ലൈംഗികാതിക്രമം എന്നുള്ളത് മാത്രമല്ല. ഇപ്പൊ പ്രധാനമായും എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയയിലേക്ക് കടക്കുമ്പോഴാകാം ഇത്തരത്തിൽ ഈ ഒരുപക്ഷെ ഇത് വെളിപ്പെടുത്തുന്ന ആളുടെ പേര് പുറത്തു വരുമോ, അല്ലെങ്കിൽ ആരെക്കുറിച്ച് പറയുന്നു എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ഉത്കണ്ഠ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ആ മേഖലയിലേക്ക് വരുമ്പോഴാകാം. അതല്ലാതെ ഒട്ടേറെ വിഷയങ്ങൾ ഇതിൽ സ്ത്രീകൾ നേരിടുന്നതുണ്ടല്ലോ. ഇപ്പോൾ അവർ പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ പോലും ഒരു സെറ്റിൽ സൗകര്യമില്ലാത്തത്, വേതനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, അങ്ങനെ ലഹരി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇവർക്ക് ഉന്നയിക്കാനുണ്ട് എന്നത് അത് താങ്കൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം പൊതുവായുള്ള കുറേ പ്രശ്നങ്ങൾ, അത് ഇന്ന പ്രശ്നങ്ങളെല്ലാം കമ്മിറ്റിയുടെ മുമ്പിലേക്ക് വന്നു. അതിന് കമ്മിറ്റി നൽകുന്ന ശുപാർശ എന്താണ് അതിന് സജഷനായി കമ്മിറ്റി മുൻപോട്ട് വയ്ക്കുന്നത്, അതിന് പരിഹാരം എന്ന തരത്തിലേക്ക് എന്താണ്? ഇതെല്ലാം അറിയാൻ ഈ നാട്ടിൽ ഏതൊരു പൗരനും ബാധ്യതയുണ്ടല്ലോ, അവരുടെ അവകാശമാണല്ലോ അത്. അത് അറിയേണ്ട ആവശ്യം ഇല്ലല്ലോ. എന്താ ഇത്? ദിസ് ഇസ് നോട്ട് എ ബെഡ് ടൈം സ്റ്റോറി അല്ലേ. ഇത് എല്ലാവരും എക്സ്പീരിയൻസ്, വേദനയോടെ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുടെ സ്റ്റോറി. ഐ മീൻ അതൊരു അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വിഷയം മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ ജനറലായ ഒട്ടേറെ വിഷയങ്ങൾ കൂടി ഇല്ലേ ശ്രീമതി രഞ്ജിനി? ഇപ്പം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ. സ്ത്രീകൾ ഈ മേഖലയിൽ നേരിടുന്ന മറ്റ് പ്രധാനപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ, സ്ത്രീയാണ് എന്നതിൻ്റെ പേരിൽ മാത്രം നീതി നിഷേധം, അനീതി, അതിലൊരു ഈക്വാളിറ്റി ഇല്ലായ്മ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? അതാണ് ഞാൻ പറയുന്നത്. ഇലാബറേറ്റ് ആയിട്ട് ഇടണ്ട. ബട്ട് വെളിയിടും മുമ്പ് യു ഹാവ് ടു ഹാവ് ദ കൺസെന്റ് ഓഫ് ഓൾ ദ പാർട്ടിസിപ്പൻസ്. എത്ര പാർട്ടിസിപ്പന്റ് അവിടെ ഉണ്ടായിരുന്നോ അത്ര പേർക്കും കൺസെന്റ് ഫോം അയക്കണം. വെറുതെ കൺസെന്റ് ഇല്ലാതെ അത് റിപ്പോർട്ട് പുറത്തിടാൻ പാടില്ല. അത് അങ്ങനെ പുറത്തു വിട്ടിട്ടില്ല, സർക്കാർ അതങ്ങനെ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യം, അതായത് ഇതിൽ പ്രധാനപ്പെട്ട ചില ഒട്ടേറെ പ്രശ്നങ്ങൾ, പല തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങൾ പുറത്തുവിടുകയും അതിലെന്ത് ശുപാർശ, അതിനെന്ത് പ്രതിവിധി എന്നത് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്, അത് പുറത്തുവിടുകയും അതിൽ സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതൊക്കെ പുറത്തുവിടേണ്ട സമയം അതിക്രമിച്ചില്ലേ? 2019 ഡിസംബർ 31 ഈ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. ഇന്ന് 2024 ജൂലൈ ആയിരിക്കുന്നു. 4.5 വർഷം കഴിഞ്ഞ് 5 വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ നിങ്ങളെ പോലുള്ളവർക്ക് ഈ മൊഴി കൊടുത്തിട്ട് അതിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ രഞ്ജിനി? ഇല്ല, ശരിക്കും ഇല്ല. ഇപ്പൊ ഒരു ഏതോ ICCന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് വാട്ട്സ് ദ പോയിന്റ്? അതിനകത്ത് എന്താ? ഒന്നുമില്ല, ഒന്നും നടക്കുന്നില്ല. The best thing is, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റർടൈൻമെന്റ് ട്രൈബ്യൂണൽ ഇസ് ദ ഓൺലി സൊല്യൂഷൻ വി ഹാവ്. ICC എല്ലാ സെറ്റിലും വെച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് അവിടെ തന്നെ എന്താ പറയാ, ലൈക്ക് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് പോലെയാണ് നടക്കുന്നത്. എല്ലാം കോംപ്രമൈസിലാണ് പോകുന്നത്. സോ നിങ്ങൾ ഇത് പറയുന്നില്ലെങ്കിൽ അടുത്ത പ്രൊജക്ടിൽ നിങ്ങൾ ഇല്ല കേട്ടോ, അങ്ങനെ ഒരു ഇത് വരുന്നു. സോ വാട്ട്സ് ദ പോയിന്റ് ഓഫ് ICC? ദാറ്റ്സ് നോ യൂസ്. ബേസിക് തിങ് ഇസ് എന്റർടൈൻമെന്റ് ട്രൈബ്യൂണൽ. ദാറ്റ്സ് ദ ഓൺലി സൊല്യൂഷൻ. വേറെ ഒരു സൊല്യൂഷൻ ആവാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം റിപ്പോർട്ടും എല്ലാം സ്റ്റേറ്റ്മെന്റും വിടാൻ പറ്റില്ലല്ലോ. വാട്ട് ആർ ദ തിങ്സ് ദേ ഹാവ് ആന്റിസിപ്പേറ്റഡ്, ഐ മീൻ വാട്ട് ദേ ഹാവ് എക്സ്പീരിയൻസ്, അത് ഇലാബറേറ്റ് ആയി എഴുത വേണ്ട. ജസ്റ്റ് ഒരു ഇതായിട്ട് എഴുതിയാ പോരെ. അത് ചെയ്യുന്ന മീൻസ് അത് കൺസെന്റ് ചോദിക്കണം. കൺസെന്റ് ഇല്ലാണ്ട് പുറത്തിടാൻ പാടില്ല. ബിക്കോസ് ഞങ്ങൾ എല്ലാവരും സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തതിന് മുമ്പ് കൺസെന്റ് ഫോം സൈൻ ചെയ്ത വ്യക്തികളാണ്. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് നേരത്തെ ഇപ്പൊ WCCയിലൊക്കെ ഉള്ള ഒട്ടേറെ പേർ ഇതിൽ മൊഴി നൽകാൻ എത്തിയതാണ്. ആകെ 60-ലേറെ പേരുടെ മൊഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ WCC പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചത് ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളതായിരുന്നല്ലോ. ആണ്, പുറത്തു വിടണം. ബട്ട് കോൺസെന്റ് അവിടെയല്ലേ നമ്മൾ ചോദിക്കണേ. നമ്മുടെ കോൺസെന്റ് ഇല്ലാണ്ട് യു കനോട്ട് റിവീൽ ദിസ് റിപ്പോർട്ട്. അതും ഫുള്ളായിട്ട് റിവീൽ ചെയ്യാൻ പാടില്ല. യു ഹാവ് ടു ലിമിറ്റ് ദ തിങ്. ഐ മീൻ വാട്ട് എവർ യു റിഡക്റ്റഡ് ചെയ്തിട്ട് നമുക്ക് വിടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പറ്റില്ല. ബിക്കോസ് അപ്പോൾ വാട്ട്സ് ദ പോയിന്റ്? കോൺഫിഡൻഷ്യാലിറ്റി സൈൻ ചെയ്തിട്ട് പിന്നെ ഞാൻ എല്ലാം മീഡിയ ഹൗസ് എല്ലാം വിളിച്ചു വരുത്തിട്ട് ഞാൻ പ്രസ് കോൺഫറൻസിൽ ഞാൻ ഇതെല്ലാം പറയാമല്ലോ വാട്ട് ഐ ഹവ് ഗോൺ ത്രൂന്ന്. അങ്ങനെയല്ലല്ലോ ഇത്. റിപ്പോർട്ട് ഇസ് എ റിപ്പോർട്ട്. യു ആർ റെസ്പെക്ടിങ് എ വുമൻസ് സ്റ്റേറ്റ്മെന്റ്. അത് കാരണം കൊണ്ട് ഇലാബറേറ്റ് ആയിട്ട് എല്ലാം പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ ക്രൈം പാസ്റ്റ്
ക്രൈം ആണ്. ഈ എത്രയോ വർഷத்துக்கு മുമ്പ് നടന്ന ക്രൈംസ് ആണ് ഇതെല്ലാം. പിന്നെ ഇത് പറയുമ്പോ നമുക്ക് ഇത് സ്റ്റഡിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ കമ്മീഷൻ, ഓക്കെ, ടു ടേക്ക് ആക്ഷൻ. ദിസ് ഇസ് എ സ്റ്റഡി, ഇറ്റ് ഇസ് എ കമ്മിറ്റി. സോ അത് കാരണം കൊണ്ട് ദേ ഹാവ് ദ റൈറ്റ് ടു റിവീൽ ദറ്റ് സ്റ്റഡി റിപ്പോർട്ട്. ബേസിക്കലി വാട്ട് ഇസ് ദ സ്റ്റഡി, ഇതിൽ എന്താ വന്നത്, ഇതാണ് പ്രോബ്ലം, ഓക്കെ, ഈ പ്രോബ്ലം പുറത്തിടണം. ബിക്കോസ് ദ തിങ് ഈസ് ദിസ് ഈസ് ഇറ്റ്, ബട്ട് ഇവർക്ക് ഇങ്ങനെ ഈ സെറ്റിൽ ഇങ്ങനെ നടന്നത്, അതെല്ലാം യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇലാബറേറ്റ്ലി. വാട്ട് ആർ ദ റെമഡി, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് സംഭവിച്ചു, ഇതാണ് ഇതിന്റെ റെമഡിയൽ, ഇത് അത് വെളിയിട്ട മതി. Another thing is, വെളിയിടത്തേക്ക് മുമ്പ് all the participants-ന്റെ consent government has to take it. അതെ, അപ്പോ എന്റെ സംശയം ഇതാണ് രഞ്ജിനി, എന്തുകൊണ്ട് അങ്ങനെ ഒരു പോർഷൻ മാത്രമായിട്ട് പുറത്തുവിടാൻ ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത്? അത് നിങ്ങളുടെയും ഒക്കെ ഒരു കൺസേൺ അല്ലേ? അതായത് ഇപ്പൊ താങ്കൾ പറയുന്നത് പോലെ അതിൽ പുറത്തു വിടേണ്ടാത്ത ഭാഗം അത് പുറത്തു വിടാതെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ടല്ലോ, എന്തൊക്കെയാണ് റെമഡി എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ പുറത്തു വിടേണ്ട ഒരു ഭാഗം അത് ഇത്ര കാലമായി പുറത്തു വിടാതെ വച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതിൽ നിങ്ങൾക്ക് കൺസേൺ ഇല്ലേ? അല്ല, അത് കൊളക്റ്റീവ്ലി അല്ലേ, എത്ര പേര്, ഓക്കെ, ഇത്ര പേര് ഇത്ര എക്സ്പീരിയൻസ് ദിസ് എ, ഓക്കെ, ബി, ഇത്ര പേര് എക്സ്പീരിയൻസ് സോ ആൻഡ് സോ, അതൊരു കോമൺ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വെളിയിട്ട പോരെ, സ്റ്റഡിയോടെ കൺക്ലൂഷൻ വെച്ചാ പോരെ? എന്തിനാ അത് ഇലാബറേറ്റ് ചെയ്യുന്നേ? അങ്ങനെ മീൻസ് എല്ലാവരും മീഡിയയിൽ വന്നിട്ട് നമ്മൾ എല്ലാവരും വി ക്യാൻ വാഷ് അവർ ഡർട്ടി ലിനൻ അല്ലേ? ദാറ്റ് ഈസ് വെരി സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? മൊഴി നൽകിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കൂടെയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ മൊഴി ഒക്കെ നൽകിയതിന് ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ കൊടുത്തു, അതിനുശേഷം അതിലെന്താണ് തുടർ നടപടി ഉണ്ടായിട്ടുള്ളത്? കമ്മിറ്റി അതിൽ എന്ത് കണ്ടെത്തൽ നടത്തി? കമ്മിറ്റി അതിൽ എന്ത് റെമഡി സർക്കാരിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്? സർക്കാർ അതിൽ എന്ത് നടപടി എടുത്തു? എന്തെങ്കിലും നിങ്ങൾക്കൊരു ക്ലൂ എങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു ക്ലൂ ഇല്ല. നോ ക്ലൂ വാട്ട്എവർ. അതെന്തുകൊണ്ടായിരിക്കാം? അത് എനിക്കറിയില്ല. ഐ തിങ്ക് ഞാൻ അവിടെ ചെന്നത് ഇൻ എ ഗുഡ് ഫെയ്ത്ത് ആണ്. നമ്മളുടെ ഗവൺമെന്റ് വനിതകൾക്ക് ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്. ഇക്വാളിറ്റി, ദേ ആർ പ്രൊമോട്ടിങ് ഇക്വാളിറ്റി, ഫീമെയിൽ ഇത് എല്ലാം എംപവർമെന്റ് ഇത് പറയുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഗവൺമെന്റിന്റെ ട്രസ്റ്റിലെയാണ് ഞാൻ അവിടെ ചെന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി ഒരു 2-3 മീറ്റിംഗ് ത്രൂ WCC ഐ അറ്റൻഡഡ്, ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. സോ വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ഈവൻ ഒരു ഇമെയിൽ, ബിക്കോസ് എല്ലാവരും അവിടെ ഇമെയിൽ, ടെലിഫോൺ നമ്പർ എല്ലാവരും വി ഹാവ് ഗിവൻ അവർ പേഴ്സണൽ ഡീറ്റെയിൽ, ആ കോൺഫറൻസ് ഫോമിലെയും പിന്നെ ആ ക്വസ്റ്റ്യനെയർ അതും നമ്മൾ സൈൻ ചെയ്തതാ. അതിലെ എല്ലാം നമ്മളുടെ അഡ്രസ്സ്, നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു കോൾ കൂടെ വന്നിട്ടില്ല ഫ്രം ദ കമ്മിറ്റി ഇറ്റ്സെൽഫ് ഓർ ഫ്രം ദ ഗവൺമെന്റ് സെയിങ് ദാറ്റ് ഇതാണ് എന്താ ഇതിന്റെ നടപടി എന്താവാൻ പോകുന്നു. ഇതുവരെ ആർക്കും ഒന്നും അറിയില്ല. സോ വി ഡോണ്ട് നോ. ഓൺലി ത്രൂ ദ മീഡിയ ആണ് നമുക്ക് വരുന്നത് ഈ ഇങ്ങനത്തെ what you call announcements, which is very very shocking. And I think government എനിക്ക് വാക്കുകളില്ല എന്താ പറയാന്ന്. വുമൻ ഇക്വാളിറ്റി ചെയ്ത ഒരു പാർട്ടിയാണ്, പക്ഷേ ഇപ്പോ വുമനുക്ക് ഒരു വാല്യൂ ഇല്ലാതെ പോയി. നമ്മളുടെ മൊഴികൾ എന്താവുന്ന അറിഞ്ഞോടാ ഒരു എന്താ, ഐ ഡോണ്ട് നോ. I don't know. എനിക്ക് വാക്കുകളില്ലാതെ പറയാൻ, because I think that our government has let us down. അതെ, അപ്പോൾ അതിൽ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ന്യായം ഏറ്റവും പ്രധാനമായി താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പ്രിവസി, സ്വകാര്യത എന്നുള്ള ആ ഒരൊറ്റ വാദം മുൻനിർത്തിക്കൊണ്ടാണ് സർക്കാർ അത് ഇതുവരെ ആ പുറത്ത് വിടാതിരുന്നതിൻ്റെ ന്യായം എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അത്രത്തോളം നിഷ്കളങ്കം തന്നെയാണോ? താങ്കളുടെ നിലപാട് എന്താണ്? എന്റെ ഇത് ഓക്കെ, പ്രിവസിനെ പറഞ്ഞിട്ട് ഓക്കെ, നിങ്ങൾ അത് പുറത്ത് വിടണ്ട, ഓക്കെ, നോ ഇഷ്യൂ. പക്ഷേ അതിന്റെ റെമഡിയൽ എന്തായി? എന്താ നടന്നത്? അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തു? ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നല്ലേ? ഒരു ആക്ടർ, ഒരു പ്രൊഡ്യൂസർ ദുബായിലോ എവിടെയോ ചെന്നിട്ട് എന്തായി? ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആയി പോയല്ലേ? അങ്ങനെ എത്ര കേസ് വന്നിട്ട് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആയി പോയി. മീഡിയയിൽ വരും, പിന്നെ അത് നാട്ടിക്കും, അത് കഴിഞ്ഞിട്ട് എല്ലാം ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ്. ഇസ് ദിസ് ലോ? ഇതാണ് റെമഡി? ഇതാണ് പറയുന്നത് ഇത് ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ലാന്ന്? ഇത് കാരണം കൊണ്ട് കുറെ പേര് ഇപ്പോഴും there's a problem. ഇപ്പോഴും nobody wants to go to the public. കാരണം ഇത് നമ്മളുടെ കേസ് പബ്ലിക് ആവും, പിന്നെ നാളെ നമുക്ക് ജോലി ഉണ്ടാകാൻ പോകുന്നില്ല. ഇതാണ് പേടി. സ്റ്റിൽ ഇറ്റ്സ് കണ്ടിന്യൂയിങ്. സോ
സോ വാട്ട്സ് ദ പോയിന്റ് അല്ലേ? ഇങ്ങനത്തെ ഒരു സ്റ്റഡി നടത്തി അതിന്റെ സൊല്യൂഷൻ എന്താണ് ഇതുവരെ നമുക്ക് ഒന്നും പറഞ്ഞില്ല. സോ I don't know what to say. എന്താ അതാണ് ഇപ്പൊ ഇത് പറയാൻ 1,65,00,000 രൂപ ചെലവഴിച്ചാണ് ശ്രീമതി രഞ്ജിനി ഇങ്ങനെയൊരു കമ്മിറ്റിയെ നിയോഗിച്ചതും അവർ വിശദമായി കാര്യങ്ങൾ പഠിച്ചതും. നിങ്ങളൊക്കെ എത്ര സമയം ഇതിനു വേണ്ടി നീക്കിവെച്ചു? 60-ലേറെ ആളുകളുടെ മൊഴി ഒക്കെ രേഖപ്പെടുത്തിയപ്പോൾ കമ്മിറ്റി ഇത് വളരെ ആത്മാർത്ഥതയോടെ തന്നെയാണ് ഈ വിഷയത്തെ കണ്ടത് എന്നുള്ളതിലൊന്നും നമുക്ക് തർക്കമില്ല. സർക്കാരും അന്ന് ഇടപെടൽ നടത്തിയപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ നമ്മളും ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഇതിനെ നോക്കിക്കണ്ടത്. പിന്നീട് ഒരു ഭാഗം എത്തുമ്പോൾ എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു തുടർ നടപടി എന്നുള്ള തരത്തിലേക്ക് അല്ലെങ്കിൽ ഫോളോ അപ്പ് എന്ന തരത്തിലേക്ക് ഇതിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട ആളുകൾ ധാരാളമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ എന്തായിരിക്കാം സംഭവിച്ചത് എന്നതിൽ ഒരു ഫോളോ അപ്പും നടത്തിയിട്ടില്ലേ, മൊഴി കൊടുത്തയാൾ എന്ന നിലയിൽ കൂടി? അതെ. ആൻഡ് ദ തിങ് ഈസ് ഇവർ ഇത്ര കോടികൾ ചെലവഴിച്ചു എന്ന് പറഞ്ഞു. ആസ് എ പാർട്ടിസിപ്പന്റ് ഞാൻ ട്രിവാൻഡ്രത്തിലെയാണ് പോയി. ഞാൻ താമസിക്കുന്ന കൊച്ചിയിലെയാണ്. ഞാൻ ട്രിവാൻഡ്രത്തിലെയാണ് പോയി എന്റെ മൊഴി എന്റെ സ്റ്റേറ്റ്മെന്റ് അവിടെ ഇത് ചെയ്തത്. അപ്പോ എനിക്ക് ഇതുവരെ അലൗൻസ് കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. ആൻഡ് ദേ സെഡ് you know because you came on your own accord. അപ്പൊ ഇങ്ങനെ എത്ര പേർക്ക് അലൗവൻസ് ഇല്ലാതെ നമ്മൾ എന്ത് കാരണം കൊണ്ട് പോയത്? ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഫോർ ഫെയിം. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഓക്കെ, ഫോർ ദ ന്യൂ ജനറേഷൻ. വി ആർ ഇൻ 2024. ഞാൻ സിനിമ വിറ്റത് 1990-ലെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു കൂടെ നോക്കിയില്ല. ബിക്കോസ് എനിക്ക് അന്ന് എന്താ സംഭവിച്ചോ അത് ഇന്നും സംഭവിക്കാൻ പാടില്ല എന്ന കാരണം കൊണ്ടാണ് ഞാൻ അവിടെ തന്നത്. ആൻഡ് ദ തിങ് ഈസ് ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂവിങ്. ആൻഡ് ഞാൻ എന്ത് കാരണം അത് പോയത്? ബിക്കോസ് ഇപ്പോഴും ദ യങ്ങർ ജനറേഷൻ ഷുഡ് ഹാവ് എ ക്ലീൻ എൻവയറമെന്റ് ടു വർക്ക്. അതാ അവിടെ ആ ഇൻട്രസ്റ്റിലാണ് ഞാൻ അവിടെ ചെന്നത്. ഈവൻ ഐ ഡോണ്ട് കെയർ എനിക്ക് അലൗവൻസോ എന്റെ ടൈം വേസ്റ്റ് ആയി. ഞാൻ 3 പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തു മീറ്റിംഗ്. എനിക്ക് വേറെ പണിയില്ലേ? ഐ എം എ ബിസിനസ് പേഴ്സൺ ഓൾസോ. ഐ സാക്രിഫൈസ് എവറിത്തിങ് ആൻഡ് ഐ വെന്റ് ദേർ ഫോർ വാട്ട്? നാളെ എന്റെ സിസ്റ്റേഴ്സോ എന്റെ ചൈൽഡോ അതിൽ പോയാൽ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ നമ്മൾ വി ആർ ഇൻ ദ ഹൈഫൈ ടെക്നോളജിക്കൽ സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത്. And we should നമ്മളോട് തിങ്കിങ്ങും അതുപോലെ തന്നെ ഇരിക്കണം. ഇക്വാലിറ്റി ഹാസ് ടു ബി മെയിൻറ്റെയിൻ. നമ്മൾ സ്ലേവറി ടൈമിൽ ഇല്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത്. ഐ ഡോണ്ട് ബോദർ അബൌട്ട് ദ അലൗവൻസ് ഓർ വട്ടെവർ. ബട്ട് ഇത്ര കോടികൾ അത് മുടക്കി എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. എന്താ പറയാണ്? ഐ തിങ്ക് യു ക്യാൻ ഗെസ് ദ ഗെയിം അല്ലേ? ഞാൻ ഡോട്ട് ആണ് പറയുന്നത്. ജനങ്ങളുടെ നികുതിപ്പണമാണ് രഞ്ജിനി. ഇപ്പൊ നമുക്കൊക്കെ അറിയാനുള്ള അവകാശമുണ്ട്. എന്താണ് ഇതിൽ ശുപാർശയായി കമ്മിറ്റി വെച്ചിട്ടുള്ളത്, അതിലെന്ത് ഇതിലേക്ക് സർക്കാർ പോകുന്നു എന്നൊക്കെ അറിയാനുള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇത് തന്നെ പല ഘട്ടങ്ങളിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇതെന്താണ് ഈ റിപ്പോർട്ടിലുള്ളത് അല്ലെങ്കിൽ ഇതിൽ റെമഡി എന്തോ എന്നതൊക്കെ അറിയാൻ ശ്രമിക്കുമ്പോൾ അത് പുറത്ത് വിടില്ല എന്ന പിടിവാശിയാണ്. ശരി, അതിൽ സ്വകാര്യത ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് അറിയേണ്ടതില്ല. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിലെന്താണ്, എന്തിലേക്കാണ് സർക്കാർ എത്തിച്ചേരാൻ പോകുന്നതെന്ന് അറിയണമല്ലോ. ഇത്രയധികം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചൊരു കമ്മിറ്റിയെ വെച്ചിട്ട് നിങ്ങളൊക്കെ ഇതിന് മുന്നിൽ പോയി ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ 3 തവണ സിറ്റിങ്ങിന് വേണ്ടി യാത്ര ചെയ്ത് ചെല്ലുകയാണ്. സ്വന്തം ചെലവിലാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിന് പിന്നിലൊരു ഉദ്ദേശ്യമുണ്ടല്ലോ. ഇനി വരുന്ന തലമുറയെങ്കിലും നല്ല രീതിയിൽ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ അവർക്കൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പോകുന്ന നിങ്ങളൊക്കെ ഇപ്പൊ ഈ ആഗ്രഹമൊക്കെ പാതി വെച്ച് മടക്കി വെച്ചിട്ട് ഇപ്പോൾ ഇരിക്കുകയല്ലേ ഇങ്ങനെ? അതാണ് ഐ തിങ്ക് ഐ മേഡ് എ മിസ്റ്റേക്ക്. ഞാൻ വിചാരിച്ച എല്ലാം മാറാൻ തുടങ്ങി. നമുക്ക് ഒരുപാട് ലെജിസ്ലേഷൻസ് വന്നു. ഐ തിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശബരിമലയ്ക്കെല്ലാം നമ്മളുടെ ഗവൺമെന്റ് സ്റ്റാൻഡ് എടുത്തല്ലേ, എല്ലാം ഫീമെയിലും കയറിക്കോട്ടെ, ഇക്വാളിറ്റി വേണം, വനിതാ മതിൽ ചെയ്തല്ലേ. അത് കാരണം കൊണ്ടല്ലേ ഞാൻ അവിടെ ചെന്നത്. ഐ തോട്ട് നമുക്കും ഒരു സൊല്യൂഷൻ വരുമെന്ന്. പക്ഷെ അതെല്ലാം ബാക്ക് ഫയർ ആയി പോയല്ലേ. ഇപ്പം അതിൽ എന്താ ചെയ്യാൻ പറ്റും? വി കനോട്ട് ഹെൽപ്പ് ഇറ്റ്. വി ഡോണ്ട് നോ വാട്ട് ടു ഡു. വാട്ട് സൊല്യൂഷൻ ഇസ് ദാറ്റ്? അപ്പോ ഈ റിപ്പോർട്ട് പുറത്ത് വരണം. പക്ഷേ കോൺസെന്റ് ചോദിച്ചാലേ പറ്റുള്ളൂ. കോൺസെന്റ് ഇല്ലാതെ ഈ റിപ്പോർട്ട് പുറത്ത് വിടാൻ പാടില്ല. അതായത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല എന്തായാലും. ബട്ട് നമ്മൾ കോൺസെന്റ് ഫോം സൈൻ ചെയ്തല്ലേ, അപ്പോ അതിന്റെ ഒരു എന്താ പറയാ, ഒരു റെസ്പെക്ട് വേണ്ടേ ആൾക്കാർക്ക്? അപ്പൊ അറ്റ്ലീസ്റ്റ് കോൺസെന്റ് ഫോം സൈൻ ചെയ്തതിന് വേണ്ടി അത് റെസ്പെക്ട് തരണമല്ലോ. അപ്പോ that is what my point is there. Confidentiality is there, privacy is there. അപ്പോ dignity of a woman, we are playing with dignity of woman. That's terrible. ശ്രീമതി രഞ്ജിനി, ഇപ്പോ
താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ എന്തുകൊണ്ടായിരിക്കാം? എൻ്റെ ഒരു സംശയമാണ്. ഇപ്പോൾ സർക്കാർ ഒരു പാതി വഴിയിൽ വെച്ച് ഇതിൽ പിന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ അതിൽ എന്തായിരിക്കാം കാരണം? ഒരുപക്ഷെ ഒട്ടേറെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള എലമെന്റ് അതിനുള്ളിലുണ്ട് എന്നുള്ളത് സർക്കാരിനെ പിറകോട്ട് വലിക്കുന്നുണ്ടാകുമോ? ഈ സ്വകാര്യത എന്നൊക്കെ പറയുമ്പോഴും അതിൽ തീർച്ചയായും ഇത് വെളിപ്പെടുത്തുന്ന ആളുകളുടെ സ്വകാര്യത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവർ ചില കാര്യങ്ങൾ പറയുകയാണ്. ഒരുപക്ഷെ പറയുന്നത് വലിയ ആളുകൾക്കെതിരെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അവർക്കൊരു കാരണവശാലും അതൊരു മുൻപോട്ട് പോകുമ്പോൾ അതൊരു തരത്തിലും അവർക്കൊരു ഹിൻഡ്രൻസ് ആയി മാറരുത് എന്നുള്ളതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡുമാണ്. സർക്കാർ അങ്ങനെ ആണത് സ്വീകരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. പക്ഷേ അതങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊരു സംശയം ഉയർന്നു വരുന്നുണ്ടോ താങ്കൾക്ക്? അതോ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാകാം, അതിനെ തുടർന്നാണോ സർക്കാർ പിന്നാക്കം പോകുന്നത്? ഇല്ലല്ലോ, ഇതില് ആരും നമ്മള് പാസ് വ്യക്തിനെ ഇത് ചെയ്യാൻ പറയുന്നില്ലല്ലോ. അങ്ങനെ മീൻസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുമല്ലോ. നമ്മൾ എന്തിനാ ഒരു കമ്മിറ്റി മുമ്പിൽ പോയി നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ഇൻ ദ സെൻസ് ഇസ് ഫോർ സ്റ്റഡി പർപ്പസസ്. സ്റ്റഡി ഇസ് ഡിഫറെന്റ്. അല്ല, അന്ന് ഈ സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ശ്രീമതി രഞ്ജിനി, ഇപ്പോൾ ഇതിൽ മൊഴി നൽകാൻ എത്തിയ ചിലരെങ്കിലും ഈ സമയത്ത് വളരെ ഇമോഷണലായി മാറുകയും പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്യുന്നു. ആ തരത്തിലേക്കൊക്കെയുള്ള സംഭവങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ ഇതെല്ലാം ഈ കമ്മിറ്റിക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ശ്രീമതി രഞ്ജിനി. അപ്പോൾ അതത്ര നിസ്സാര കാര്യമല്ലല്ലോ. അത് നിസ്സാര കാര്യമല്ല, അതാണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് വെരി വെരി എന്താ പറയാ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണോ സർക്കാർ ഒരു ഘട്ടം എത്തുമ്പോൾ അതിൽ മുന്നിലേക്ക് പോകാതെ പിന്നാക്കം പോകുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു വന്നാല് ദേ ഹാവ് ടു കോൺടാക്ട് ദി കൺസേൺ പാർട്ടിസിപ്പന്റ്. ബിക്കോസ് ഞങ്ങൾ ആ പാർട്ടിസിപ്പന്റ് ആയിട്ടാണ് പോയത്. നമ്മൾ ഒന്നും പരാതി കൊടുക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെ വന്നാൽ ദ ഗവൺമെന്റ് ഹാസ് ടു കോൾ ദ പേഴ്സൺ. ആരെങ്കിലും ഇമോഷണൽ ആയിട്ട് അവിടെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് വരുത്തി അവർക്ക് ഇനി മുമ്പോട്ട് കേസിൽ പോകണമോ ഇല്ലയോ അവരോട് ഇത് കോൺസെന്റ് ചോദിച്ചിട്ട് ദേ ഷുഡ് ടേക്ക് ആൻ ആക്ഷൻ അല്ലേ? അപ്പോ ചുമ്മാ വെറുതെ എല്ലാവരും നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലേ, അപ്പൊ എല്ലാവരും പോയി നമ്മള് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആൾക്കാരുടെ പോയി നമ്മള് അറസ്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വി ഓൾ വെന്റ് there as a study purposes only. നമ്മൾ ആരെയും പോയി ഇവരെ അറസ്റ്റ് ചെയ്യണം, ഇവര് അന്ന് ഇങ്ങനെ ചെയ്തു, സോ ഇപ്പോ they have to go through the legal, അങ്ങനെ ആരും പറയുന്നില്ലല്ലോ. സോ അങ്ങനെ ഗ്രേപ്പായിട്ട് പെർട്ടിക്കുലർ പേഴ്സണെ വിളിച്ചിട്ട് they have to call them and ask their opinion. Do you want to go for cases or not? അതല്ലേ മര്യാദ. ചുമ്മാ വെറുതെ എല്ലാവരും നമ്മളെ കൂണ്ടില് നിർത്തി പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് എടുക്കാൻ പറയുന്നില്ലല്ലോ. സോ ദാറ്റ് മീൻസ് ഐ തിങ്ക് ഇറ്റ്സ് ഞാൻ ഗവൺമെന്റ് അങ്ങനെ ഒരിക്കലും അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് സോ. അവർ അങ്ങനെ ഇത് ഐ തിങ്ക് നമ്മളുടെ ഗവൺമെന്റ് കുറച്ച് കാലസ് ആയി പോയി. ഇത് ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റഡി അല്ലേ, അങ്ങനെ മേ ബി അതായിരിക്കും തോന്നുന്നു. ശരി, അതത്ര ഒരു കെയർലെസ്നെസ്സിന്റെ വിഷയമാണോ? കാരണം പ്രതികരണങ്ങളൊക്കെ ഇതിനോടകം പുറത്ത് വന്നത് പരിശോധിച്ചാൽ അങ്ങനെ ഒരു കെയർലെസ്നെസ് ആണോ എന്നതിൽ നമുക്ക് സംശയമുണ്ടോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഞാൻ താങ്കളിലേക്ക് എത്താം. രഞ്ജിനി തുടരുക. നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ശ്രീമതി ദീദി ദാമോദരനുണ്ട്. ദീദി, ഇപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളൊക്കെ എത്രത്തോളം ആത്മാർത്ഥമായാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഏറ്റവും ഒടുവിലായി 4.5 വർഷം കഴിയുമ്പോൾ ഇന്ന് വിവരാവകാശ കമ്മീഷണർക്ക് ഇടപെടേണ്ടി വന്നിരിക്കുന്നു. ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് ഇത് പുറത്തുവിടണം, പക്ഷേ അതിൽ കൃത്യമായി തന്നെ പുറത്തുവിടരുതാത്തതെന്തോ അത് പുറത്തുവിടാതെ RTIയുടെ 10-ാം വകുപ്പ് പ്രകാരം പ്രിവസി എന്നുള്ളത് വളരെ പ്രധാനമാണ്, അതൊക്കെ മാനിച്ചുകൊണ്ട് പുറത്തുവിടേണ്ടത് പുറത്തുവിടണം, ഇതിലെന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് ഉറപ്പാക്കണം. അതിലൊരു കൃത്യമായ തീയതിയൊക്കെ പറയുന്നുണ്ട്. ജൂലൈ 25-നകം വിവരങ്ങൾ നൽകുക, 29-നകം റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പാക്കിയോ എന്നൊക്കെയുള്ളത് ഗവൺമെന്റ് സെക്രട്ടറി ഉറപ്പുവരുത്തണം എന്നതാണ്. അതിന്റെ റിപ്പോർട്ട് കമ്മീഷന് നൽകണം എന്നതടക്കം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഇതിനെ? ഈ റിപ്പോർട്ട് പാർഷ്യലായിട്ടാണെങ്കിലും പുറത്തു വരേണ്ടതാണ്. അത് ഓരോ ടാക്സ് പേയറുടെയും ഒരു സ്ത്രീയുടെയും ഏറ്റവും വലിയ അവരുടെ റൈറ്റ് ആണ് ആക്ച്വലി അത് പുറത്തു വരിക എന്നുള്ളത്. അതിന്റെ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഓരോ ടാക്സ് പേയർ പ്രത്യേകിച്ച് 2 കോടിയോളം രൂപ ചെലവഴിച്ചിട്ട് ഇങ്ങനെ ഒരു പഠനം നടത്തുകയും അതിന്റെ റിപ്പോർട്ടിലെ ടാക്സസ് ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുന്നത് ഒരു തെറ്റായിരുന്നു.
അത് പാർഷ്യലായിട്ടാണെങ്കിലും പുറത്തു വരുമ്പോൾ അത് പോസിറ്റീവാണെന്ന് പറയാൻ കാരണം അത് അതിനെ തുടർന്ന് അതൊരു ചർച്ചയ്ക്ക് നമുക്ക് എങ്കിലും വെക്കാം. എന്ന് വെച്ചാൽ അതിന്റെ ഷോർട്ട് കമ്മിങ്സ് എന്താണെന്നും അത് എവിടേക്കാണ് റിവൈസ് ചെയ്യേണ്ടതെന്നും പിന്നെ ഈ വോയിസ് എന്ന് പറയുന്നത് WCC ആണ് അത് ആദ്യം റേസ് ചെയ്തത്. അത് നമ്മൾ ഓഡിബിൾ ആയി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓഡിബിൾ ആയി എന്നും അത് സർക്കാരിന് അങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്യേണ്ടി വന്നു, അതിന് പഠനം നടത്തേണ്ടി വന്നു. അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു ലോങ് കോൾഡ് സ്റ്റോറേജിൽ വെച്ച പീരീഡ് ഉണ്ടല്ലോ, അതിൽ എന്തായാലും അതിൽ നമ്മൾ ആൻസറബിൾ ആണ്. അത് ആരാണോ അത് ഉത്തരവാദപ്പെട്ട ആൾക്കാരെന്ന് വെച്ചാൽ അവരൊക്കെ അതിന് ആൻസറബിൾ ആണ്. എന്തായാലും ഇത് പുറത്തു വരുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷിച്ചു. അല്ല, അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ ഇതിന് പിറകെ നടന്നവരാണല്ലോ കുറേ കാലങ്ങളോളം. ഇത് ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആദ്യമൊക്കെ നമ്മളത് ശരിയായിരിക്കുമെന്ന് വിചാരിച്ചു. കാരണം സ്വകാര്യത എന്നൊരു വിഷയമാണെന്ന് സർക്കാർ പറഞ്ഞത്. നിയമസഭയിൽ പോലും ഈ കാര്യം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഇത് സാങ്കേതികമായ ഒരു കാര്യം അന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് കമ്മീഷൻ അല്ല, ഇതൊരു കമ്മിറ്റിയാണ്. കമ്മീഷൻ എൻക്വയറീസ് ആക്ടിന്റെ പരിധിയിൽ, അതുകൊണ്ട് തന്നെ ഇത് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എങ്കിൽ പോലും ഇതിൽ ഈ രഹസ്യ സ്വഭാവത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ചില കാര്യങ്ങളുണ്ടല്ലോ, അതെന്ത് എന്നുള്ളത് പുറത്തുവിടുന്നതുകൊണ്ട് ആർക്കാണ് എന്താണ് ഇത്ര പ്രശ്നം എന്നൊരു ചോദ്യമില്ല. അതെന്തായിരിക്കാം അങ്ങനെ നടക്കാതെ പോയത് ശ്രീമതി ദീദി? എങ്കിലും സ്ത്രീകൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്തല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ നാട്ടിൽ അങ്ങനെ അല്ലല്ലോ. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇത്തവണ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചാൽ ഇതിന്റെ ഉത്തരം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ വുമൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, തൊഴിൽ മേഖല ആയിരിക്കണം സിനിമയും എന്ന് പറഞ്ഞാൽ അത് അത്ര ഒന്നുമില്ല. അതിന് ഫീൽഡ് ചെയ്യാനൊന്നും ഒരു സിസ്റ്റവും നമുക്ക് തയ്യാറായിട്ടുണ്ടാവില്ല. പിന്നെ ഇതിനെ തുടർന്ന് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം അറ്റ്ലീസ്റ്റ് ഇത് ചർച്ചയ്ക്കെടുത്തതാണ്. ഇംപ്ലിമെന്റേഷൻ ലെവലിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും നടന്നതായിട്ട് തെളിവുകളില്ല. കാരണം നമുക്കറിയാം IC നിർബന്ധമായിട്ട് വർക്ക് പ്ലേസിൽ വേണം എന്ന് പറയുമ്പോഴും സിനിമ സ്വയം ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്ന ഇൻഡസ്ട്രിക്കകത്ത് IC വെക്കാറില്ല. ഇപ്പൊ അത് നെയിം സേക്ക് വളരെ നാമമാത്രമായിട്ട് മാത്രം IC വെക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ് ഇപ്പോഴും ഉള്ളത്. മച്ച് ഹാസൻറ്റ് ചേഞ്ച്. പക്ഷെ എന്നാലും നമുക്കറിയാം അതൊരു ചർച്ചയ്ക്കെങ്കിലും വക നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് അവരുടെ റൈറ്റ്സിനെ പറ്റിയിട്ട് അവരോട് നീതികേട് കാണിച്ചാൽ ശബ്ദിക്കേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവുള്ള ഒരു കാലത്തേക്ക്. അല്ല, ഇതിലിപ്പോ നിയമസഭയിൽ സർക്കാർ പറയുന്നത് മൊഴി നൽകിയവരുടേതടക്കം വിശദാംശങ്ങൾ പുറത്ത് വരരുത് എന്നത് സർക്കാരിന് നിഷ്കർഷയുള്ള കാര്യമാണ്. അതുകൊണ്ടാണിത് പുറത്തേക്ക് വിടാത്തത് എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് തന്നെയാണോ ഇതിൽ കാര്യം? നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നോ? അതെന്തിനാണ് അതിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. അത്തരം ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ അല്ലാത്ത അതൊരു വലിയ റിപ്പോർട്ടാണല്ലോ. അതിന്റെ ഈ പ്രൈവസി എന്നൊക്കെ പറയുന്നത് എല്ലാവരും കൺസേൺ ഉള്ള കാര്യം തന്നെയാണ്. അതൊക്കെ എക്സ്പോസ്ഡ് ആയിരിക്കണമെന്നൊന്നും ഒരിക്കലും സ്ത്രീകൾ എന്തായാലും അത്തരം ഡിമാൻഡ്സ് ഒന്നും മുന്നോട്ട് വെക്കില്ല. അതല്ലാതെ തന്നെ ഇതൊരു പോളിസി മാറ്ററാണ്. സിനിമയിൽ സ്ത്രീകൾക്ക് ഈക്വൽ റെസ്പെക്റ്റും സ്പേസും ഉള്ള ഒരു സ്ഥലമായിരിക്കണം സിനിമ എന്ന് പറയുന്നതിന് ഒരു ധാരണ ആൾക്കാർക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത് യാതൊരു തെറ്റില്ല. മാത്രമല്ല, ഇത് കുറച്ച് സ്ത്രീകൾ മാത്രം കൺസേൺ ചെയ്യുന്ന, സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ മാത്രം കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമല്ല. സിനിമയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് അടക്കം എന്ന് വെച്ചാൽ അങ്ങനെ ആഗ്രഹിക്കുന്ന സ്ത്രീകളൊക്കെ കുറവാണ്. മിക്കവർക്കും സിനിമയിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അവരെ കൂടെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ചെറിയ മൈനോറിറ്റീന്റെ കാര്യമല്ല. അതിലധികം വരുന്ന സ്ത്രീകളുടെ ഒരു ജോലി സാധ്യതയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന എലിമെന്റുകൾ എന്താണ് എന്ന് പഠിക്കുകയും അത് റിപ്പോർട്ടാക്കുകയും ചെയ്യുന്നത് നമ്മളുടെ തന്നെ ടാക്സ് മണി ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വരേണ്ടത് നിർബന്ധമാണ്. അല്ല, ഇതിപ്പോൾ ഈ മൊഴി നൽകിയവരുടേതെന്ന അപ്പുറത്തേക്ക് ഒരുപക്ഷെ പലർക്കും എതിരെ പറഞ്ഞിട്ടുണ്ടാകാം. അതിൽ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് കേട്ടതും ചർച്ച ചെയ്തതും ഒക്കെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയാൻ പലർക്കും കിട്ടിയ ഒരു അവസരം കൂടിയായിരുന്നു ഇത് എന്നുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ആ തരത്തിലേക്ക്, ഞാൻ നേരത്തെ രഞ്ജിനിയോടും ചോദിക്കുകയായിരുന്നു, ഒരുപക്ഷെ എക്സ്പ്ലോസീവ് എലിമെന്റ് എന്ന തരത്തിലേക്കൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള സംശയം നമുക്ക് ഉയർന്നുവെന്ന് ഇതുകൊണ്ടാണ്. എന്തായിരിക്കാം സർക്കാർ പാതി വെച്ച് ഈ തരത്തിലേക്ക്? ഇപ്പോൾ ആദ്യം സർക്കാർ സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ്. അതുകൊണ്ടാണല്ലോ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്.
ഉപയോഗിച്ചത്. നിങ്ങൾ പറയുന്ന അതേ വേളയിൽ തന്നെ അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് സർക്കാർ കടന്നു എന്നുള്ളത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. അപ്പൊ എന്താകാം അതിന് കാരണം? അതെ, സ്ഫോടനാത്മകം എന്നൊക്കെ നമ്മൾ ഈ ഇപ്പോഴും പറയുന്നത് പോലെ ഉണ്ടോ വല്ലതും? കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് അതിൽ വൺ ഓഫ് ദ ഫാക്ടേഴ്സ് മാത്രമാണ്. ഒരു സ്ത്രീക്ക് സെൽഫ് റെസ്പെക്റ്റോട് കൂടി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ സേവന വേതന വ്യവസ്ഥയെ പറ്റി ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. അവരുടെ റെമ്യൂണറേഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റി ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതിന് നമുക്കറിയാം, സർവീസ് റൂൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിനോട് പെർട്ടൈൻ സർവീസ് റൂൾ ഉണ്ടായിരിക്കണം. അത് ക്ലിയർ ആയിരിക്കണം. തുടങ്ങി ആ കൂട്ടത്തിൽ ഇനി അങ്ങനെ പരാതികൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു IC ഉണ്ടായിരിക്കണം. തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ആണ്. ഏറ്റവും പ്രാഥമികമായിട്ട് ഒരു സ്ത്രീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം എന്നതിൽ തുടങ്ങി അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ വുമൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം ഈ തൊഴിൽ മേഖലയും എന്ന് പറയുന്നതിൽ അതിൽ വെറും ഒരു കൗച്ചിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നത് ശരിയല്ല. അത് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് മാത്രമാണ്. ആന്റി വുമൺ ആയിട്ടുള്ള പ്രമേയങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ അത് വകവെച്ച് കൊടുക്കുന്നത് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളെ സംബന്ധിക്കുന്ന, സ്ത്രീകൾ വുമൺ ഫ്രണ്ട്ലി അല്ലാതെ ഫാക്ടേഴ്സ് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് കാസ്റ്റിംഗ് കൗച്ചിലേക്ക് മാത്രം റെഡ്യൂസ് ചെയ്യുന്നത്. അതെ, അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇനിയിപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നതോടെ ഈ റിപ്പോർട്ട് പുറത്തു വരികയാണ് ഭാഗികമായെങ്കിലും. അതിൽ പാരഗ്രാഫ് 96 കൂടാതെ 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകൾ, 49 പേജ്, 81 മുതൽ 100 വരെയുള്ള പേജുകൾ ഒഴിവാക്കണം, അനുബന്ധവും പ്രസിദ്ധീകരിക്കരുത്, വിലക്കപ്പെട്ട വിവരങ്ങൾ എന്നാണ് കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കേണ്ടത് കൃത്യമായി തന്നെ മറച്ചുവെക്കാതെ പ്രസിദ്ധീകരിക്കണം എന്ന് വിവരാവകാശ കമ്മീഷൻ പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ദീദി? ഇത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്നുള്ളത് തന്നെ വലിയൊരു മാറ്റമാണ്. കാരണം എപ്പോഴും ഡെഫ്യാസിൽ നമ്മൾ ആവശ്യപ്പെടുന്ന മുഴുവൻ അത് ബൗൺസ് ബാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു കമ്മിറ്റി റിപ്പോർട്ട് എവിടെ എന്നുള്ള ചോദ്യത്തിന് എപ്പോഴും അത് ബൗൺസ് ബാക്ക് ചെയ്യായിരുന്നു. ആ സ്ഥലത്താണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുന്നു എന്ന് പറയുന്നത് ശുഭസൂചകമാണ്. പക്ഷെ നമുക്കറിയാം, ഇതൊരു ആണുങ്ങളുടെ ലോകത്ത് ഇവിടെ അത്രയൊന്നും ഓൾ ബൈൻഡിങ് ആയിട്ടുള്ള എല്ലാത്തിനും സൊല്യൂഷനുള്ള ഒരു അങ്ങനെയൊന്നും ലോകം മാറാനും പോകുന്നില്ല. ഇത് ഒറ്റയടിക്ക് ഡൈല്യൂട്ട് ചെയ്യപ്പെടും, അതൊക്കെ നമുക്കറിയാം. സ്റ്റിൽ ഒരു ഓപ്പൺ ഡിസ്കഷന് ടെക്സ്റ്റ് നമ്മളുടെ മുമ്പിൽ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ചെറുതല്ലാത്ത പ്രതീക്ഷയ്ക്കും നൽകുന്നുണ്ട്. വളരെ നന്ദി ദീദി നമുക്കൊപ്പം പങ്കെടുത്തതിന്. ശ്രീമതി ഭാഗ്യലക്ഷ്മി കൂടി ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ദീദി പറഞ്ഞത് അവസാനിപ്പിച്ചെടുത്തു നിന്ന്, അതായത് ഇങ്ങനൊരു വലിയൊരു ടെക്സ്റ്റ് പൊതുജനത്തിന് മുന്നിലേക്ക് വരുന്നു, പബ്ലിക്ക് മുന്നിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെ സ്വാഗതാർഹമാണ്. അത് അവിടെ തന്നെ അതൊരു മാറ്റം എന്ന തരത്തിലേക്ക്, പിന്നെ എത്രത്തോളം ഇത് വലിയ മാറ്റം കൊണ്ടുവരും, പ്രത്യേകിച്ച് ഒരു മെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ എന്നൊക്കെയുള്ളത് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിലേക്കെങ്കിലും ഇത് ഇത്ര നാൾ കഴിഞ്ഞാണെങ്കിലും എത്തിച്ചേരുന്നു എന്നുള്ളത് സ്വാഗതാർഹം എന്നാണ് ദീദി പറഞ്ഞു വെക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇങ്ങനെ ഒരു ചർച്ച കാലാകാലങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇതിലിപ്പോ വലിയ പുതുമയൊന്നുമില്ല. ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഒടുവിൽ ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിച്ചത് തന്നെ. അപ്പൊ ആ കമ്മീഷന് മുമ്പാകെ പോയി തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങളെല്ലാം പറഞ്ഞ ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ കുറച്ചു മുമ്പേ മറ്റൊരു ചാനലിൽ സംസാരിച്ചപ്പോഴാണ്, എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ രാവിലെ മുതൽ പല ചാനലിലും പ്രതികരിക്കുമ്പോഴും അങ്ങനെ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അഞ്ജലി മേനോൻ പറഞ്ഞത്, ഹേമ കമ്മീഷൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഈ പരാതി പറയുന്നവരുടെ പേരുകളോ നിങ്ങൾ ആരെക്കുറിച്ച് പറയുന്നോ അവരുടെ പേരൊന്നും പുറത്തു വരില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടാണ് അവരുടെ പരാതികൾ കേട്ടത്. അതിപ്പോ നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രഞ്ജിനി പറയുന്നുണ്ട്, അവർ ഇതേ കാര്യം തന്നെ ഇപ്പൊ പറഞ്ഞിട്ട് നമുക്കൊപ്പം ഈ ചർച്ചയിലുണ്ട് ഭാഗ്യലക്ഷ്മി. അതായത് ഇങ്ങനെ ഒരു കാര്യം കൺസെന്റ് എഴുതി മേടിച്ചതിന് ശേഷമാണ്, കോൺഫിഡൻഷ്യൽ ആയിരിക്കുമെന്ന് എഴുതി മേടിച്ചതിന് ശേഷമാണ് മൊഴി നൽകിയതെന്ന് രഞ്ജിനി വളരെ കൃത്യമായി തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ഹേമ കമ്മീഷൻ മുമ്പാകെ പോയപ്പോ എന്റെ അടുത്ത് ഒന്നും എഴുതി വാങ്ങിച്ചൊന്നുമില്ല. അതുകൊണ്ട് എനിക്കത് അറിയില്ല. എനിക്കിപ്പോ അഞ്ജലി മേനോൻ പറയുമ്പോഴാണ് അങ്ങനെ ഒരു എഴുതി വാങ്ങി നിങ്ങളുടെ പേരോ അല്ല നിങ്ങൾ ആരെക്കുറിച്ച് പരാതി പറയുന്നോ അവരുടെ പേരോ പുറത്തൊരിക്കലും വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മീഷൻ അവരിൽ നിന്ന് ഈ മൊഴി എടുത്തതെങ്കിൽ പിന്നെ ഈ റിപ്പോർട്ടിൽ അങ്ങനെ
എന്താ പറയാ, ഒന്നും നമുക്ക് സാധാരണ ഇപ്പൊ നമ്മൾ ഈ ഇടക്കാലത്ത് 1-2 നടികളുടെ വിഷയത്തിൽ നമ്മൾ ചർച്ച വെച്ചല്ലോ, പല സിനിമകളുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്നല്ലാതെ ഇത് നമ്മൾ എന്തിനാണ് ഈ റിപ്പോർട്ട് വേണം എന്ന് പറയുന്നത്? സിനിമയ്ക്കുള്ളിൽ നമ്മൾ ഒരു പെൺകുട്ടിയോട് മോശമായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അത് നാളെ അതിന് മേൽ നിയമ നടപടി ഉണ്ടാകും എന്നൊരു ഭയം അവർക്ക് ഉണ്ടാകണം എന്നാണ്. ഇപ്പൊ ഇതൊന്നുമില്ലെങ്കിൽ എല്ലാ കാലവും ഇതുപോലെ നമ്മൾ സംസാരിച്ച് ഇത് മുമ്പോട്ട് പോകും എന്നല്ലാതെ ഇവിടെ വേറെ വലിയ മാറ്റം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിപ്പോ നേരത്തെ ദീദി പറഞ്ഞ മാതിരി ഇത് കാസ്റ്റിംഗ് കൗച്ച് മാത്രമല്ല, മറ്റു പല ആവശ്യങ്ങളുണ്ട്. ഇപ്പം പിന്നെ അവർക്ക് പലർക്കും സ്ത്രീകൾക്ക് ബാത്റൂം പോകാൻ സൗകര്യമില്ല. അതൊക്കെ ഇപ്പൊ കുറേശ്ശെ ചെയ്തു. അത് മാത്രമല്ല പ്രശ്നം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇത് ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഒരു വിഷയമാണ്. ഇതങ്ങനെ നമുക്കൊരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടോ അല്ലെങ്കിൽ നടപടികളോ കൊണ്ടൊന്നും ഈ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. ഇത് തീരാൻ പോകുന്നത് എല്ലാ സ്ത്രീകളും, എല്ലാ മേഖലയിലെ ഈ പറയുന്ന അമ്മയിലുള്ള സകല സ്ത്രീകളും ഒന്നിച്ച് ഒരു പെണ്ണിന് പ്രശ്നം വരുമ്പോ എല്ലാവരും ഒന്നിച്ച് നിൽക്കുമോ? അല്ലാതെ ഇവിടെ ഒരു കമ്മീഷൻ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു നിയമമോ ഒന്നും വന്നിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ പറയുന്നല്ലോ പിന്നെ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി വന്നിട്ടുണ്ട്. ഈ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി സത്യസന്ധമായി നടക്കുന്നുണ്ടോ? അല്ല, അത് തന്നെയും എനിക്ക് തോന്നുന്നത് ഭാഗ്യലക്ഷ്മി, അത് തന്നെയും ഈ WCC ഹൈക്കോടതിയിലൊക്കെ പോയതിനു ശേഷമല്ലേ ഇങ്ങനെ ഒരു ICC-യിലേക്കൊക്കെ എത്തിച്ചേർന്നത്. അത് തന്നെയും എത്ര ലൊക്കേഷൻ, എത്ര സെറ്റുകളിൽ അതൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. താങ്കൾക്കത് അറിയാമായിരിക്കാം. പക്ഷേ അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ആ ICC നമ്മൾ ആഗ്രഹിക്കുന്ന മാതിരി അല്ലെങ്കിൽ കോടതി പറഞ്ഞ മാതിരി അത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം എന്താണ്? ഒരു ICC നടക്കുന്നത്, ആ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് ആ സിനിമയിലുള്ള 2 പേരും പുറത്തു നിന്നുള്ള ഒരാളുമാണ്. ആ സിനിമയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നവര്, ആ സിനിമയ്ക്കുള്ളിൽ ആരെങ്കിലും ഒരു സ്ത്രീയോട് മോശമായി സംസാരിച്ചാൽ അതെ എന്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ എന്റെ ഡയറക്ടർ അല്ലെങ്കിൽ എന്റെ നടൻ, എന്റെ ഇന്നാളെന്ന് ഇവരാരെങ്കിലും പുറത്തു പറയുമോ? കാരണം എല്ലാവരുടെയും അവസരം നഷ്ടപ്പെടുകയാണ്. എല്ലാവർക്കും ഭയം, ഞാൻ ഇത് പറഞ്ഞാൽ എന്റെ അവസരം നഷ്ടപ്പെടുമോ, എനിക്ക് പിന്നെ ജോലി ഇല്ലാതെ ആകുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഭയം. അപ്പോ ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഇപ്പൊ ടെലിവിഷൻ മേഖലയിൽ ICC വേണം എന്ന് പറയുന്നുണ്ട്, വേണമെന്ന് വെച്ചിട്ടുണ്ട് ICC. പക്ഷെ ഒരിടത്തും ഇത് നടപ്പിലാകുന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ. അതെ, അപ്പോഴാണ് എന്റെ ചോദ്യം ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റെപ്പിലേക്കാണല്ലോ 2017 അതിൽ ഇപ്പൊ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ് ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചതെങ്കിലും ഉടൻ തന്നെ സർക്കാർ ആക്ട് ചെയ്യുകയാണ്. രാജ്യത്ത് ആദ്യമായ ഒരു കമ്മിറ്റിയെ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനായി നിയോഗിക്കുന്നു. പക്ഷെ പിന്നീട് അതെല്ലാം ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്നത് പോലെ പാതി വെച്ച് ഇതെല്ലാം അവസാനിക്കുന്നു. ശങ്കരൻ പിന്നെയും തെങ്ങിലായി എന്ന് പറയുന്നത് പോലെ ഒന്നുമില്ല, ഒരു നടപടിയുമില്ല, ഒന്നുമില്ല. പിന്നെ റിപ്പോർട്ട് എവിടെയെന്ന് ചോദിച്ച് കുറേ കാലം നടക്കുന്നു. റിപ്പോർട്ടിലെ ശുപാർശകൾ എന്തോ എന്നതറിയാതെ കുറേ കാലം നടക്കുന്നു. നമ്മളും എല്ലാവരും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇതിനുവേണ്ടി ശ്രമിച്ചവരാണ്. പക്ഷേ അതൊന്നും കിട്ടാതെ ആണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സർക്കാരിനും ഈ ഒരു ശുഷ്കാന്തി എന്നുള്ളത് എത്രത്തോളം ആത്മാർത്ഥമാണ് എന്നതിൻ്റെ ഒരു ചോദ്യം കൂടിയല്ലേ അവിടെ വന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ തോന്നുന്നത് ഈ അഞ്ജലി മേനോൻ പറഞ്ഞ ഒരു വാക്കിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതായത് വിക്ടിമിന്റെ പേര് പുറത്ത് വിടുന്നില്ല, അക്യൂസ്ഡിന്റെ പേരും റിപ്പോർട്ടിൽ പറയുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് ന്യായം കിട്ടാൻ പോകുന്നത്? അക്യൂസ്ഡിന്റെ പേരുമില്ല, പിന്നെ മറ്റേ വിക്ടിമിന്റെ പേരുമില്ല. അല്ല, അതിപ്പോ ഇന്നത്തെ ഉത്തരവിലും അത് തന്നെയാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. ഇപ്പോ RTIയുടെ വകുപ്പ് 10 ഉണ്ട്. അതിൽ പ്രിവസി, സ്വകാര്യത എന്ന് പറയുന്നത് മാനിക്കണം എന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ടേ പുറത്തു വിടാവൂ എന്നാണ് ഇന്നത്തെ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിലും പറഞ്ഞിട്ടുള്ളത്. സമ്മതിച്ചു, അത് കറക്റ്റാണ്, അത് വളരെ ശരിയാണ്. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഇതിനൊരു അന്തിമമായ ഒരു തീരുമാനം ഈ ഇൻഡസ്ട്രിക്കകത്ത് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പോരാട്ടം നമ്മൾ ശക്തമായി തന്നെ പോരാടുകയാണ് വേണ്ടത്. ഇവിടെ പോരാട്ടത്തിന് എത്ര പേർ വരുന്നു എന്നുള്ളതാണ്. ഈ ആയിരക്കണക്കിന് സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ
നമ്മൾ WCC എടുത്താൽ തന്നെ എത്ര പേരുണ്ട് WCCയിൽ പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട്? അവർ മാത്രമാണ് മുഖ്യധാരയിൽ വരുന്നത്. ബാക്കി ആരൊക്കെ അതിലുണ്ടെന്ന് എനിക്കറിയില്ല. വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമാണ് ഒരു പോരാട്ടത്തിനായി ഇറങ്ങുന്നത്. ആ പോരാട്ടത്തിനായി ഇറങ്ങാതിരിക്കുന്നിടത്തോളം കാലം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. ദീദി ദാമോദരൻ പറഞ്ഞതിനോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നു. കാരണം ഇത് ഇങ്ങനെ സഡനായിട്ടൊന്നും ഒരു തീരുമാനം ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. ഇത് ഇനിയും കുറെ കാലങ്ങൾ ഇത് ഇങ്ങനെ തന്നെ പോകും. ഇത് വരണമെങ്കിൽ ഓരോ സ്ത്രീയും മനസ്സ് വെക്കണം. ഇനി എന്തൊക്കെ നിയമം വന്നാൽ ഇവിടെ ഓരോ സ്ത്രീയും തീരുമാനിക്കണം, എന്നെ ചൂഷണം ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കില്ല, എനിക്ക് കഴിവുണ്ട്, ഞാൻ അത് മുന്നോട്ട് വരാനുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും ഞാൻ നടത്തും. പക്ഷെ എന്നെ യാതൊരു വിധത്തിലും എന്നെ മാനസികമായോ ശാരീരികമായോ ചൂഷണം ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്നൊരു സ്ത്രീ പറയുമ്പോഴാണ് എല്ലാ നിയമങ്ങളും ഇവിടെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നടപ്പിലാവുന്നത്. അതെ, താങ്കൾ ദേവേദർ അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിനു മുൻപ് മന്ത്രി സജി ചെറിയാൻ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. 2022 മെയ് മാസത്തിലായിരുന്നു. ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നതൊന്ന് കേട്ടിട്ട് വരാം. അവരുടെ അഭിപ്രായം ഇപ്പം അവർ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വിടണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ. വിടാൻ പാടില്ലെന്ന് എഴുതി തന്ന ആൾ തന്നെ പറഞ്ഞിരിക്കും പിന്നെ വിടാൻ പറ്റും. അതിനെന്തിനാ അത്ര വാശി പിടിക്കുന്നത്? എന്താണ് ഇതിൻ്റെ നമ്മുടെ ഇഷ്യൂ? ഈ മേഖലയെ പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷിതത്വ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാണല്ലോ എല്ലാവരുടെ അഭിപ്രായം. അങ്ങനെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നിയമം നിർവഹിക്കുക. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇതിപ്പോ മന്ത്രി സജി ചെറിയാൻ 2022 പറഞ്ഞ കാര്യമാണ്. അതായത് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് WCC ഒക്കെ നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ അതേക്കുറിച്ച് ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴാണ് അതൊക്കെ അവരങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, വാശി പിടിക്കുന്നത് എന്തിനാണ്? ഇത് എഴുതി തന്നയാൾ തന്നെ, അതായത് ഹേമ കമ്മിറ്റി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന്, പിന്നെ ഞങ്ങൾക്ക് ഇത് പുറത്തുവിടാൻ കഴിയുമോ എന്ന് പറഞ്ഞിട്ട് അടുത്ത വരി അദ്ദേഹം പറയുന്നത് സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം, അത് ചെയ്യും എന്ന് പറയുകയാണ്. ഇതിനോടകം പല തവണ ചർച്ച നടത്തുകയും 2 തവണയോ മറ്റോ ഈ നിർദ്ദേശങ്ങളിലൊക്കെ സിനിമാ സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ വിഷയങ്ങൾ പഠിക്കാൻ വീണ്ടും മറ്റൊരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ടും ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞതിലേക്ക് ഏതെങ്കിലും ഒരു പടി വരെയെങ്കിലും എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും പുറത്തു വിട്ടില്ല, ശരി, അത് നിൽക്കെ തന്നെ. എന്നോടാണോ ചോദ്യം? അതെ അതെ, ശ്രീമതി ഭാഗ്യലക്ഷ്മി. അത് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, മന്ത്രിക്കും സർക്കാരിനും ഒക്കെ സുരക്ഷിതത്വം വേണം എന്ന് അവകാശപ്പെടാം, അല്ല പറയാം. തീർച്ചയായിട്ടും അതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരാം, എല്ലാം കൊണ്ടുവരാം. പക്ഷെ എന്റെ ഇൻഡസ്ട്രിയിലെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, സിനിമയ്ക്കുള്ളിലുള്ളവർ ആദ്യം ആ നിയമങ്ങൾ പാലിക്കാനും കൂടെ തയ്യാറാകണം. സിനിമയ്ക്കുള്ളിലുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെ ഓരോരുത്തരും അത് വ്യക്തമായി മനസ്സിലാക്കി അവരവരുടെ ഇൻഡിവിജ്വാലിറ്റി കളയാതെ ഒരു സെൽഫ് റെസ്പെക്റ്റോടുകൂടി പിന്നെ ജീവിക്കാനും അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനും അവരും കൂടി തയ്യാറാകണം. എന്നാലല്ലേ ഇതെല്ലാം നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ അനുഭവം വെച്ച് പറയുന്നതാണ്, ഞാൻ ആർക്കും എതിരായിട്ട് പറയുന്നതല്ല. പലപ്പോഴും ഒരുപാട് പെൺകുട്ടികളോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ശക്തമായിട്ടൊരു അഭിപ്രായം പറഞ്ഞുകൂടാ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ശക്തമായ ഒരു നിലപാട് എടുത്തുകൂടാന്ന്? അത്തരം നിലപാടുകളോ അത്തരം അഭിപ്രായങ്ങളോ തുറന്ന് പറയുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ കണ്ടതല്ലേ, പിന്നെ നടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അമ്മ അസോസിയേഷനിലെ മീറ്റിംഗ് നിൽക്കുമ്പോ അവിടെ എത്രയധികം സ്ത്രീകളുള്ള ഒരു സംഘടനയാണ്. എത്ര പേർ അവളോടൊപ്പം നിന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പേർ അവളോടൊപ്പം നിന്നു? എത്ര പേർ ഒരു മാധ്യമ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്? വിരലിലെണ്ണാവുന്ന അതിൽ നിന്ന് ഇറങ്ങിയവർ അല്ലെങ്കിൽ ആ സംഘടനയിൽ ഇല്ലാത്തവർ. അവിടെ അവർ പറയുന്നത് എന്താണ്? സംഘടനയിൽ പിന്നെ അത് എന്തെങ്കിലും എതിര് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പുറത്താണ്. അപ്പൊ അവർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. അപ്പൊ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്തടത്ത് ഞാൻ നിൽക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണ്ടേ? അങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത്? അതെ, അതാണ് ഇന്നും ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ പലരെയും ബന്ധപ്പെട്ടെങ്കിലും അവരാരും പങ്കെടുക്കാൻ തയ്യാറല്ല. ചോദിച്ചിട്ട് പറയാം എന്നൊക്കെയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. നിർഭാഗ്യകരമാണത്. വളരെ നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി ഞങ്ങളോട് പ്രതികരിച്ചത്, താങ്കൾ തിരക്കിനിടയിലും പ്രതികരിച്ചതിന്. ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്ന രഞ്ജിനി, ഭാഗ്യലക്ഷ്മി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇതിൽ ഇപ്പം നിയമനിർമ്മാണത്തിലേക്കൊക്കെ പോയാലും അത് നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്നത് ഉറപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്ത്രീകൾ സ്വയം സ്വീകരിക്കുന്ന നിലപാടുകളുണ്ടല്ലോ.
ഇത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളോടൊക്കെ എന്ത് ആറ്റിറ്റ്യൂഡ് എടുക്കണം എന്നുള്ളത്, അവിടെയൊക്കെ എത്ര സ്ത്രീകൾ അങ്ങനെ ശക്തമായ ബോൾഡായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത്തരം കമ്മീഷനും കമ്മിറ്റിയും ഒക്കെ അവിടെ നിൽക്കട്ടെ, അവരുടെ ശുപാർശകൾ, റെമഡി അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിൽ ഒരു സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ താങ്കളുടെ അതിലെ നിലപാട് കൂടി പറഞ്ഞിട്ട് ചർച്ച അവസാനിപ്പിക്കാം. ഇങ്ങനെ ഒരു നിയമം സ്ട്രോങ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൈബ്യൂണൽ റെമഡി വന്നാലേ കുറെ പേർക്ക് കുറച്ച് എന്താ പറയാ ഒരു ധൈര്യം വരും. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോ ബിക്കോസ് ഓഫ് ദിസ് ഹേമ കമ്മിറ്റി നമുക്ക് ഇങ്ങനെ റെമഡിയൽ പർപ്പസസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ധൈര്യമായിട്ട് അവിടെ പോയി പരാതി പറയാം. അങ്ങനെയല്ലേ വരുള്ളൂ. പിന്നെ വർഷക്ക് മുമ്പ് എന്തിനാ നമ്മൾ തന്നെ സെൽഫ് സെൻസർ ചെയ്യുന്നത്? അല്ല, അത് വന്നിട്ട് എന്താ കാര്യം, വരില്ല. അങ്ങനെ വന്നാലേ നമുക്ക് അത് ഒരു ധൈര്യം വരും. അപ്പൊ ഐ ആം ഷുവർ മെനി പീപ്പിൾ വിൽ കം ഫോർവേഡ്. അത് വരാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ വരണം. ഈ റെമഡി ഇസ് എ ബിഗസ്റ്റ് തിങ്. ദേ ഹാവ് ടു ഗവൺമെന്റ് അത് കൺസിഡർ ചെയ്യണം. അതാണ് എന്റെ വിഷസ്. ശരി, അത്തരത്തിലൊരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നന്ദി ശ്രീമതി രഞ്ജനി, ഒപ്പം ദീദി ദാമോദരൻ, ഭാഗ്യലക്ഷ്മി ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് ഈവനിംഗ് തുടരുന്നു. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പാനൂർ ബോംബ് കേസിൽ 2 പ്രതികൾക്ക് കൂടി ജാമ്യം. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സായൂജ്, അമൽ ബാബു എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് ജാമ്യം. ഇന്നലെ 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, കുറ്റപത്രം സമർപ്പിക്കേണ്ട ഒരു നിശ്ചിത പരിധി കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ മുഴുവൻ പ്രതികൾക്കും ജാമ്യം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? അനുജ, 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് നിയമപരമായ അർഹതയുണ്ട്. ഈ സാധ്യതയാണ് പ്രതികൾ പ്രയോജനപ്പെടുത്തിയത്. ഈ കേസിൽ പാനൂർ മൂളിയാത്തോട് കഴിഞ്ഞ ഏപ്രിൽ 5-നാണ് വീടിന്റെ ടെറസിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൈവേലിക്കൽ സ്വദേശിയായ ഷെറിൽ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക്, വിനീഷ് എന്നയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ്. ബോംബ് നിർമ്മാണം, അതിൽ നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിയാണ് ഈ കേസിലെ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നത്. പ്രതികളെല്ലാവരും CPIM, DYFI അനുഭാവികളോ പ്രവർത്തകരോ ആണ്. ഈ കേസിൽ 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല. ഇന്നലെ 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അതായത് ഈ കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. അവർക്ക് കഴിഞ്ഞ ദിവസം തന്നെ 90 ദിവസം തികഞ്ഞതോടുകൂടിയും കോടതിയിൽ ഈ സാധ്യത ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അത് അനുവദിക്കപ്പെട്ടു. അതിനുശേഷം പിറ്റേന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളാണ് 2 പേർ. അതായത് DYFI പ്രവർത്തകരായ സായൂജ്, അമൽ ബാബു. അവരും ഇതേ സാധ്യത തന്നെ പ്രയോജനപ്പെടുത്തി കോടതിയെ സമീപിച്ചതോടുകൂടിയും ജാമ്യം ലഭിക്കുകയാണ്. സമാനമായി ഇപ്പോഴും റിമാൻഡിൽ തുടരുന്ന മറ്റു പ്രതികളുണ്ട്. 14 പ്രതികളാണ് ആകെയുള്ളത്. അവരും അവരുടെ റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ 90 ദിവസം എന്ന അറസ്റ്റിന്റെയും കുറ്റപത്രം സമർപ്പിക്കേണ്ട സമയം, അതായത് 90 ദിവസത്തിനകം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാം എന്നുള്ള അത് പാലിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതികൾ ഓരോരുത്തരായി ജാമ്യം നേടി പുറത്തു വരുന്നു പാനൂർ ബോംബ് സ്ഫോടന കേസിൽ. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.